വലിയ ആവേശമാണ്. ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ച് വലിയ കൗതുകം കൂടിയാണ്. അല്ല, ഇത് വല്ലാത്തൊരു ആംബിയൻസ് ആണല്ലോ. ഒരേ താളത്തില് എല്ലായിടത്തും ഒരേപോലെ ചൂട് വെക്കുന്നതിന്റെ ഒരു വൈബ് എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി തരുന്നതാണ്. നിൽക്കുന്ന ഒരു കുട്ടിപ്പുലികളെ കണ്ട് നിൽപ്പുണ്ട്, പുലിവേഷമൊക്കെ ഇട്ടിട്ട് ആളെന്തായാലും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഈ കുട്ടികളൊക്കെ ഈ പുലി കളിച്ചില്ലെങ്കിലും അവർ ഈ വേഷമിട്ട് ഈ നഗരത്തിലൂടെ നടക്കുന്നതും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ വലിയ സന്തോഷമായിട്ട് അവരെ സംബന്ധിച്ചൊക്കെ ഒരു ഓർമ്മയാണ്. മക്കളെ എവിടുന്നാ വരുന്നേ? എവിടുന്ന് വരുന്നു? കണ്ടോ പുലിയെ കണ്ടോ? പോവായോ? ഇനി വരാനുണ്ട് 6-7 സംഘം. ഓടില്ല ഒന്ന് വെച്ച് നോക്കിയാ സ്റ്റെപ്പ് ഒക്കെ അറിയോ? അത് കാണിച്ചേ. ചെണ്ട താളം വേണം. എന്നാലും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് ആരുമില്ല. ബ്ലോഗേഴ്സ് ആയിരിക്കും. എങ്ങനെയുണ്ട് ആദ്യത്തെ കണ്ടപ്പോ? കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു ആവേശം. എല്ലാ വർഷം വരാറുണ്ട്? ആദ്യമായിട്ടാണ്. ഫോട്ടോഗ്രാഫറാണ്. നല്ല പിക്ചേഴ്സ് ഒക്കെ കിട്ടി. അല്ല, എല്ലാവർക്കും ഒരു ഇതിനൊരു വല്ലാത്തൊരു അവസരമാണ്. ഫ്രെയിമാണല്ലേ? അതെ അതെ. ഒരേ കളർ ഡ്രസ് ഇട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടല്ലേ. അന്ന് ഇത് എവിടെയാണ് കഥകളി? ഇത് എവിടെ കണ്ണൂരിന്നവരാണ്. ഉച്ചക്ക് എത്തിയതേ ഉള്ളൂ. ഇത് ഒരേപോലത്തെ ഷർട്ട് അമ്മയ്ക്ക് കിട്ടിയില്ലേ? ഷർട്ട് ഉണ്ടല്ലോ. എന്താ പേര്? എല്ലാ വർഷം വരാറുണ്ടോ? ഈ വർഷം ആദ്യമായിട്ട് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ പുലിക്കളിയൊക്കെ? ഇനി എല്ലാ വർഷം വരുമോ? വരാൻ ഇഷ്ടായില്ല? ടിവിയിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ ഓർത്തിട്ട് ഈ പ്രാവശ്യം വന്നു. ഇന്ന് മടങ്ങണം. എന്നാണെങ്കിലും നിങ്ങളെ പുലികളി കാണാനുള്ള ഒരു ആവേശം ഇത്രയും ദൂരം വരാൻ ഇതിനു വേണ്ടി വരാന്ന് പറഞ്ഞാൽ ഇത്തവണ സാധിച്ചു. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം അടിപൊളിയായിരുന്നു. ഓണമൊക്കെ ഇഷ്ടമാണ്. ശരി, അപ്പൊ ഇനി വരാറുണ്ട്, അടുത്ത സംഘം വരാറുണ്ട്. അപ്പൊ അങ്ങനെ ആളുകളൊക്കെ വരും. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ വരിക. കാസർഗോഡ് നിന്ന് വരുന്നവരാണ്. അതെ അതെ. ഈ ടിവിയിൽ മാത്രം കണ്ട് പരിചയമുള്ള ഈ ഒരു പുലിക്കളി നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ വരുമ്പോഴേ അതിന്റെ ഒരു ആവേശം മനസ്സിലാവും. ഞാൻ തിരൂര് മലപ്പുറം. ആദ്യമായിട്ടാണ് വരുന്നത് അതോ എല്ലാ വർഷം വരാറുണ്ട്? ഒന്ന് എല്ലാം കൂടി എല്ലാ അവസാനം പോകുള്ളൂ? അതോ മുഴുവൻ കണ്ടു പോകാറുള്ളൂ? എന്താണ് ചേട്ടൻ എവിടെ? തിരൂരെവിടെ? ചമ്പ്രോട്ടത്താണ്. എത്ര പേരുണ്ട് നിങ്ങളുടെ ടീം? ഞങ്ങൾ 3 പേരായിട്ടാണ് വന്നത്. അടിപൊളി. അപ്പോൾ രണ്ടാമത്തെ സംഘം ഇവിടെ എത്തി തുടങ്ങുകയാണ്. നമുക്കിവിടെ കാണാൻ കഴിയും രണ്ടാമത്തെ സംഘത്തിന്റെ വരവ്. അയ്യന്തോൾ സംഘമാണെന്നാണ് കരുതുന്നത്. അയ്യന്തോൾ ടീം അയ്യന്തോളിലെ പുലികൾ എംജി റോഡ് വഴി അങ്ങനെ നടുവിലാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു താളം, ആ താളം ദൂരെ മുതലേ നമുക്ക് കേൾക്കാൻ പറ്റും. അതിന്റെ ഒരു താളത്തില് അതിങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നതാണ്. പിന്നെ ഒരു ഓളം വെട്ടിയേ വരുന്ന പോലെ അല്ലേട്ടാ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മൂഡ്. ഞങ്ങള് ഫസ്റ്റ് പ്രൈസ് മേടിക്കും. ഉറപ്പായിട്ടും കപ്പടിച്ചിരിക്കും. അതാണ് വർഷങ്ങളായിട്ട് ഞങ്ങള് നല്ല പെർഫോമൻസ് ചെയ്യുന്ന. ഇല്ല വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എല്ലാരും പഠിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ കൊണ്ടുപോകും. മത്സരത്തിന് കാര്യമില്ല. ആഘോഷമാക്കാൻ തന്നെയാണ്. ഇന്ന് വാങ്ങിയതാണോ? ഇന്നലെ വാങ്ങിച്ചതാണോ? പുലികളിക്കപ്പോ ഒരുങ്ങിയിറങ്ങാൻ തന്നെ തീരുമാനിച്ചു അല്ലേ സാറേ? ഞാൻ മുഖംപൊടി വെച്ചാ കാണട്ടെ. മുഖംപൊടി. ആഹാ, സൂപ്പർ. കുട്ടിപ്പുലിയായി. നമുക്ക് അവരെ സുരക്ഷിതമായിട്ടേ നല്ല തിരക്ക് വരുന്നുണ്ട് ഇപ്പൊ. ആളുകളൊക്കെ അതെ അതെ അതെ. നമ്മള് സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകും ഈ തിരക്ക്. ആൾക്കൂട്ടത്തിന് ആരാണെന്നൊന്നുമില്ല. അപ്പോ ഇത് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പൊ അയ്യത്തോൾ സംഘത്തിന്റെ പുലികളത നടുവിലാൽ എത്തിയിരിക്കുന്നു. ഗണപതിക്ക് മുമ്പിലെത്തി തേങ്ങയുടച്ച് അവര് ഇനി അവരുടെ നടുവിലാലിലൂടെയുള്ള ഘോഷയാത്ര തുടരും. ഇപ്പോൾ അതിന് മുൻപേ അവര് നടുവിലാൽ പരിസരത്ത് നടുവിലാൽ ആലിന് മുമ്പിലുള്ള ചൂടുവെക്കലാണ്. ചുറ്റും ആളുകൾ തടിച്ചുകൂടി ഒരു കടലായി മാറിയിട്ടുണ്ട്. ആ താളത്തിലുള്ള ആ കൊട്ട് കേട്ട് കൈകളും ഒരേപോലെ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്, കാലുകളും അതുപോലെ താളം പിടിക്കുന്നുണ്ട്. മൊത്തം ഒരു പുലികളി വൈബ്, പുലികളിയുടെ ഒരു ആവേശം അങ്ങനെ പതുക്കെ 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 കുന്നുകയറി വരുന്ന ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ആദ്യം തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് സംസാരിക്കാനല്ല നമുക്ക് ആദ്യം തോന്നുന്നത്, കയ്യൊക്കെ ആയിട്ട് ഉയർത്തി അതിന് താളം പിടിച്ച് അതിന് 2 സ്റ്റെപ്പ് വെക്കാൻ അതാണ് ആദ്യം തോന്നുന്നത്. ആ താളത്തില് ആ പുലികള് അവരുടെ പുലികളുടെ സ്റ്റെപ്പ് കണ്ടില്ലേ, വരുമ്പോൾ തന്നെ ആദ്യം ഒന്ന് പതുക്കെ വെച്ച് പിന്നെ ഈ കൊട്ടുമുറുകും തോറും ഇവരുടെ ചൂടിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവസാനത്തെ 4ാം പാദത്തിലേക്ക് എത്തുമ്പോൾ കൊട്ടിനൊപ്പം ഒരു ചൂട് വെച്ച് നൃത്തം ചെയ്യുമായിരിക്കും. ആ വയറ് കുലുക്കി അരമണി കുലുക്കി ആ ചിലമ്പറ്റ് അത് വല്ലാത്തൊരു വൈബാണ്. അത് ഇവിടെ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഈ പുലിക്കളിക്ക് റിപ്പോർട്ടിങ്ങിന് എത്തുന്നത് 12 കൊല്ലമായി. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുമെങ്കിലും 2011 മുതലുണ്ട് തൃശ്ശൂരിന്റെ ഓരോ ആഘോഷങ്ങളിലും. ഓരോ വർഷം കഴിയും തോറും പുലികളുടെ അവരുടെ പെയിന്റിങ്ങിൽ, അവരുടെ രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ ഓരോ തവണയും വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മാറ്റങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 2016 ഈ പുലികളി സംഘത്തിന് ആള് കിട്ടാതെ ബംഗാളികളെ അവർ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് കൊടുക്കാൻ കാശില്ല സംഘങ്ങളുടെ കയ്യിൽ, അവര് പേരിന് വേണ്ടി നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇന്നത്തെ നിറങ്ങൾ, ഇന്നത്തെ ടൂറിസം നിറങ്ങൾ, അതായത് ശരീരത്തിൽ അധികം ബുദ്ധിമുട്ടില്ല, അലർജിയും ചൊറിച്ചിലും ഉണ്ടാക്കാതെ നമുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് കഴിഞ്ഞിട്ട് നമ്മളെ